ഗൈസ്, മറ്റൊരു ടെസ്റ്റ് വർക്കിൻ്റെ വീഡിയോ തന്നെയാണ്. ഇന്നത്തെ ടെസ്റ്റ് വർക്ക് പത്തനാപുരത്താണ്. ഇന്നത്തെ ടെസ്റ്റ് വർക്കിന് 2 വാഹനങ്ങളുണ്ട്. ബജാജിൻ്റെയാണ് 2 വാഹനങ്ങളും. എൻ്റെ പേര് ശ്യാമെന്നാണ്. ഗൈസ്, പിന്നെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പത്തനാപുരം ഭാഗത്ത് ഒരു ആക്സിഡൻറ്റ് കിടന്ന് ഞങ്ങളുടെ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാരുതിയുടെ ഒരു ആൾട്ടോ K10 എന്ന് പറയുന്നൊരു വാഹനമാണ് ആക്സിഡൻറ്റിൽ പെട്ടത്. ആ ആക്സിഡൻറ്റ് വാഹനങ്ങൾ തമ്മിൽ ഇടിച്ചതല്ല, ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു ഇന്നും. അത്യാവശ്യം വാഹനങ്ങളും അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. ഗൈസ്, പിന്നെ ബുക്ക് പതിപ്പിക്കാൻ നിൽക്കുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതായിട്ട് ചാനലിൽ കൂടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ: ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്കിന്ന് ടെസ്റ്റ് വർക്കിനെ കാണിക്കേണ്ടത് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് ടെസ്റ്റ് വർക്കിനെ കാണിക്കാൻ 2 വാഹനങ്ങളുണ്ട്. 2 വാഹനങ്ങളും ബജാജിൻ്റെ തന്നെയാണ്. എൻ്റെ പേര് ശ്യാമെന്നാണ്. പുതിയതായിട്ട് ചാനലിൽ കൂടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പത്തനാപുരം കോടതിയുടെ ഭാഗത്തൊരു ആക്സിഡൻറ്റ് കിടന്നായിരുന്നു. ആ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാരുതിയുടെ ആൾട്ടോ K10 എന്ന് പറയുന്നൊരു വാഹനമാണ് ആക്സിഡൻറ്റിൽ പെട്ടേക്കുന്നത്. 2012 മോഡൽ വാഹനമാണ്. 26D 663 663 എന്നാണ് വണ്ടിയുടെ നമ്പർ. ആൾട്ടോ K10 ആണ്. നിയന്ത്രണം വിട്ട് ദാണ്ട് ഈ പോസ്റ്റിൻ്റെ സൈഡിൽ ഇടിച്ചിട്ടാണ് വണ്ടി പോയി. 1-2 ഇടത്ത് ഇടിച്ചെന്നാണ് തോന്നുന്നത്. ആക്സിഡൻ്റായ വാഹനത്തിൻ്റെ ഇടത്ത് സൈഡ് ഫ്രണ്ട് വീലിൻ്റെ ഭാഗം മൊത്തം തകർന്നതാണ്. പത്തനാപുരം ഭാഗത്ത് ടെസ്റ്റ് വർക്ക് നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. നമുക്ക് 2 വാഹനങ്ങളുണ്ട്. ബജാജിൻ്റെ ഒരു കോമ്പാക്റ്റും ബജാജിൻ്റെ REDSലും. നമ്മൾ കൊണ്ടുവന്ന 2 വാഹനവും കാണിച്ച് ഇപ്പം ബുക്ക് പതിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ വെച്ച് വണ്ടി കാണിച്ച് അതുപോലെ തന്നെ ബുക്കൊക്കെ പതിച്ചെങ്കിൽ തന്നെ നെറ്റിനകത്താവാൻ 2 ദിവസം കഴിയും. 2 ദിവസം മിനിമം എടുക്കും നെറ്റിനകത്ത് ഫിറ്റ്നസ് ആവാൻ. ഗൈസ്, അങ്ങനെ ഇന്ന് കൊണ്ടുപോയ 2 വാഹനങ്ങളും പേപ്പർ റെഡി ആയിട്ടുണ്ട്. നെറ്റിനകത്താവാൻ 1-2 ദിവസം എടുക്കും. അങ്ങനെ ഫിറ്റ്നസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ കുന്നിക്കോട് ഭാഗമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഗൈസ്, എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.